നേരത്തെ ചേട്ടൻ പാട്ട് പാടിയില്ലായിരുന്നോ? അപ്പോഴേ എനിക്ക് മനസ്സിലായി ചേട്ടൻ വലിയ ഗായകനാന്ന്. ഒരു പാട്ട് പാടോ? ചുമ്മാ അപ്പുറം ഇപ്പുറം ഒക്കെ ആൾക്കാരുണ്ട് കേക്കും. സാറില്ല, പതുക്കെ പാടിയാ മതി. എനിക്ക് കേൾക്കാൻ മാത്രം പാടിയാ മതി. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടിക്കഴിഞ്ഞാൽ ആപ്പ ഒപ്പ പോലെ ഇങ്ങനെ ചപ്പിളി ചിപ്പിളി എന്ന് പറഞ്ഞ് പാടിക്കളയാറില്ല. പിന്നെ എങ്ങനെ അർത്ഥം മനസ്സിലാക്കിയേ പാടും. ഓ ഇരിക്കും. പാട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞ എള്ളുള്ളേരി എള്ളുള്ളേരി മാനിനങ്കേലേ. അയ്യോ നല്ല പാട്ട്. മാനിനങ്കേലേ. ഈ പാട്ടിന് അർത്ഥമുണ്ട്. ആണോ? ഭയങ്കര അർത്ഥമല്ലേ? അർത്ഥം കേട്ടാ കരഞ്ഞു. എങ്ങനെയൊന്ന് പാടിയായിട്ട്? അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എള്ളുള്ളേരി എള്ളുള്ളേരി മാനിനങ്കേലേ. ഈ എള്ളുള്ളേരി എള്ളുള്ളേരി എന്ന് പറഞ്ഞ ഒരു സൈസ് മഞ്ഞ കായാണ്. അത് മാനിന് കൊടുക്കണ കായാണ്. എള്ളുള്ളേരി എള്ളുള്ളേരി മാനിനങ്കേലേ വീരാച്ചിപ്പേട്ടെ ഡുണ്ട് കയ്യ മാനിനങ്കേലേ. ഈ പുല്ല് ഇവിടെ വന്നത് അതായത് വീരാച്ചിപ്പേട്ടയിലെ ഡുണ്ട് കയ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സൈന് പറഞ്ഞ കാ ഉള്ളത്. വീരാച്ചിപ്പേട്ട അറിയാവോ? ഇല്ല. അത് തലശ്ശേരി ചെന്നാൽ എപ്പോഴും ബസ് കിട്ടും. അവിടെ അങ്ങോട്ട് ഞാൻ ഇനി പോകുമ്പോ കൊണ്ടുപോകാം കേട്ടാ. വീരാച്ചിപ്പേട്ട ഡുണ്ട് കയ്യ മാനിനങ്കേലേ. മാനിനങ്കയുടെ തങ്കച്ചി മത്തുമ്പളാത്തുണ്ടേ. മാനിനങ്കയുടെ തങ്കച്ചി. തങ്കച്ചി എന്ന് വെച്ചാൽ എന്താ? തങ്കച്ചി അനിയത്തിയാണല്ലോ. മത്തുമ്പളാത്തുണ്ടേ. ഈ തുമ്പളാത്തുണ്ടേ മനസ്സിലായില്ല. തുമ്പളാത്തുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അല്ല, അതിന് അർത്ഥം വേണമല്ലോ. അത് എഴുതി വെച്ചാ ആവശ്യം എന്താ ചോദിക്കാൻ ചുമ്മാ. അകല ബന്ധ ബാബുജി ഇകല ബന്ധ ബാബുജി എന്നുവെച്ചാ എന്താ പാവെ കൊണ്ടാടും ഹേനിന്ത ഹെലിപ്പാടും. എന്നുവെച്ചാ മനസ്സിലായില്ല. അകലെയുള്ള ബാബുജിയുടെ കയ്യിലാണ് ഈ പറഞ്ഞ മഞ്ഞക്കായിരിക്കണത്. അത് ഇകലെയുള്ള ബാബുജിയെ കൊണ്ടു കൊടുക്കണം. എന്താ പാവെ കൊണ്ടാടും ഏനിന്ത ഹെലിപ്പാടും. വർക്കല ഹെലിപ്പാടി കൊണ്ടുവന്നല്ലേ ഇവരിത് കൊടുത്തത്. അതിന്റെ കാര്യമാണ് ഈ പറയണത്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വെറുതെ ഭ്രാന്ത് എടുപ്പിക്കുന്നത്. നല്ലൊരു ദിവസമല്ലേ ഇരുന്നത്. ചൂടാവല്ലേ ഏട്ടാ? ചൂടായല്ല, അതൊക്കെ പോട്ടെ. ഇന്നു മുതൽ നീയാണ് എന്റെ കവിതയും ഭാവനയും എല്ലാം. എന്നാ പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. സത്യം സത്യം ലൈറ്റ് ഓഫ് ചെയ്യട്ടോ. 1 2 3